ഓം ശാന്തി. ചാണക്യതന്ത്രത്തിൽ പറയുന്ന 4 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തിത്വങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ഏത് 4 കാര്യങ്ങൾ ആധാരത്തിലാണ് തിരിച്ചറിയേണ്ടത്, ആരെയാണ് നമ്മുടെ കൂടെ നിർത്തേണ്ടത്, ആരുമായിട്ടാണ് നമുക്ക് കൂട്ടുകൂടേണ്ടത്, ഇതൊക്കെ ഒരുപാട് ഇന്ന് ടെൻഷൻ ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ്. ഇവരെ കൂടെ കൂട്ടുകൂടിയാൽ എനിക്ക് എന്താവുമോ, ഇങ്ങനെയുള്ള ആളെടുത്ത് കൂട്ടുകൂടി എനിക്ക് നല്ലത് സംഭവിക്കുമോ, അതോ അത് മോശമാവോ, ഞാൻ കൂടണോ വേണോ വിടണോ എന്ന് ഇന്നത്തെ ഈ ആധുനിക ലോകത്ത് വളരെയധികം മനുഷ്യന്മാർ ടെൻഷൻ അടിക്കുന്ന ഒരു ഫാക്ടറാണ്. എന്നാലോ ഏതെങ്കിലുമൊക്കെ കൂട്ടുകെട്ടുകൾ നമ്മൾ പോയിട്ട് പെടുകയും അത് കഴിഞ്ഞ ശേഷം അവിടുന്ന് തലയൂരാൻ വയ്യാതെ കഷ്ടപ്പെടുകയും എന്തൊക്കെ രീതിയിലാണ് ഇന്ന് മാതാപിതാക്കളും മക്കളും ഒക്കെ പോയി കുടുങ്ങുന്നതും കഷ്ടപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഈ 4 കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ കാരണം, ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നിൽ വരുന്ന ഒരാളുടെ വ്യക്തിത്വം എന്തെന്നൊരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ഏത് ടൈപ്പ് ആളുകളായിട്ട് നമുക്ക് കൂട്ടുകൂടണം നമുക്ക് അറിയുകയും വേണം. അതിനേക്കാൾ അപ്പുറം ഒരു സയൻറ്റിഫിക് ആയിരിക്കുന്ന ട്രൂത്ത് പലപ്പോഴും പല വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതുമാണ്. ഒരാളുടെ ചുറ്റും നിൽക്കുന്ന 5 ആളുടെ ഒരു പ്രതിരൂപമായിരിക്കും അയാളുടെ പേഴ്സണാലിറ്റി എന്ന്. അപ്പം നമ്മൾ കൂട്ടുകൂടുന്നതായിരിക്കുന്ന 5 ആളുകളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവം തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ടുള്ള പ്രഭാവങ്ങളെ കുറയ്ക്കാൻ പറ്റും. അതിൽ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി ഞാനൊരു കൊച്ചു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വീട്ടിലൊരു കുട്ടിയുടെ കല്യാണ നിശ്ചയം നടക്കുകയാണ്. നിശ്ചയത്തിന് വേണ്ടി ചെക്കനും വീട്ടുകാരൊക്കെ വീട്ടിൽ വന്നു. വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും നല്ല പരസ്പര ഇഷ്ടത്തിലാണ്. അതുകൊണ്ട് സംസാരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് അവർ നിൽക്കുന്ന നിമിഷം ബന്ധുക്കൾ വരുന്നു, കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, പോകുന്നു. അങ്ങനെ ആളുകൾ വരവും പോക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിലിടയ്ക്ക് വെച്ച് പെട്ടെന്ന് വീടിൻ്റെ പിൻഭാഗത്ത് തീ പിടിച്ചുപോയി. തീ പിടിച്ച ആ പിൻഭാഗത്തുള്ള മുറിയിലായിരുന്നു പെൺകുട്ടിയുടെ എല്ലാ ആഭരണങ്ങളും ഒരു പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീ പടർന്നു കയറുമ്പോൾ ഈ പെൺകുട്ടി എല്ലാവരും കേക്കിൽ അനൗൺസ് ചെയ്യുകയാണ്, എൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആൾക്ക് എന്നോട് അത്രയും സ്നേഹമാണ്, അതുകൊണ്ട് അവർ ഈ തീയിലൂടെ ചാടിപ്പോയിട്ട് എൻ്റെ ആഭരണത്തിന് ഒരു കുഴപ്പമില്ലാതെ കൊണ്ടു തന്നോളൂ, നിങ്ങളാരും വിഷമിക്കേണ്ടതെന്ന്. ആദ്യം ഈ ആൺകുട്ടി പെൺകുട്ടി നന്നായിട്ടൊന്ന് നോക്കി. അത് കഴിഞ്ഞ ശേഷം തീയിലൂടെ എടുത്ത് ചാടിപ്പോയി റൂമിൽ കയറി സാധനം കൊണ്ടുവന്ന് കൊടുത്തു. പെട്ടിതാ നിൻ്റെ ആഭരണത്തിന് ഒരു പോറൽ പോലും ഇല്ലാതെ ഞാൻ കൊണ്ടുവന്നിരിക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തു. പെൺകുട്ടി ഭയങ്കരമായി സന്തോഷിച്ചു. അപ്പോൾ ആ ആൺകുട്ടി പറയുകയാണ്, നിൻ്റെ ആഭരണം ഞാൻ നിനക്ക് സുരക്ഷിതമായി കൊണ്ടു തന്നിരിക്കുന്നു, പക്ഷേ നീയുമായി കല്യാണം കഴിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഉടനെ എന്തുകൊണ്ട് എല്ലാവരുടെ ഭാഗത്തുനിന്ന് ചോദ്യമായി. ഇത്രയധികം സ്വന്തം പ്രാണൻ പോലും വില വയ്ക്കാതെ ചാടി ആഭരണം കൊണ്ടു കൊടുക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ പെൺകുട്ടീനെ കല്യാണം കഴിച്ചുകൂടാൻ? ആൺകുട്ടി ഉത്തരം പറയുകയാണ്, ഞാൻ എൻ്റെ പ്രാണൻ ത്യാഗം ചെയ്തുകൊണ്ട് അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ അവൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ തയ്യാറായി. പക്ഷേ എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിക്ക് എൻ്റെ പ്രാണന് വേണ്ടി സ്വന്തം ആഭരണം ഉപേക്ഷിക്കാൻ പോലും തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ ആ കുട്ടീനെ വിവാഹം കഴിച്ച് എൻ്റെ ജീവിതം ഒരിക്കലും സന്തോഷമാവില്ല. അതുകൊണ്ട് ഞാൻ ഇവളെ വിവാഹം കഴിക്കില്ല. ഇത് ഉത്തമമായിട്ടുള്ളൊരു ഉദാഹരണമാണ്. നമ്മൾ ഒരാളുമായിട്ട് കൂട്ടുകൂടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരാളുടെ ക്വാളിറ്റി നിശ്ചയിക്കേണ്ടത് അയാളുടെ ത്യാഗത്തിൻ്റെ ആധാരത്തിലാണ്. ഒരാളുടെ എനിക്ക് വേണ്ടി അവർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നോട് സ്നേഹം എന്ന് കണ്ടീഷൻസ് നിരത്തി വയ്ക്കുന്നതായിരിക്കുന്ന ആധുനിക ലോകത്തെ സ്നേഹത്തിനുള്ളതായിട്ടുള്ള ഒരു പ്രത്യുത്തരം തന്നെയാണ് ശരിക്കും ഈ കഥ നമുക്ക് തരുന്നത്. അതുകൊണ്ട് സ്നേഹം എന്ന് വെച്ചാൽ അർത്ഥം ത്യാഗം എന്നാണ്. അതുകൊണ്ട് ഒരാളായിട്ട് ബന്ധം സ്ഥാപിക്കണമെങ്കിൽ അവരുടെ ത്യാഗ മനോഭാവം എത്രയുണ്ട് അതാണ് അവരായിട്ട് കൂട്ടുകൂടാനുള്ളതായിരിക്കുന്ന നല്ല കാര്യങ്ങൾ. അതുകൊണ്ട് സന്ദർഭങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന മനോഭാവം കണ്ട് നമുക്കറിയാം അവരുടെ ത്യാഗ മനസ്ഥിതി. സ്നേഹമുണ്ടോ അവിടെ ത്യാഗം സ്വാഭാവികമായിട്ടുണ്ട്. ഒരു കുഞ്ഞിന് സുഖമില്ലാണ്ടായി കഴിഞ്ഞാൽ അതിനുവേണ്ടി ഉറക്കൊഴിക്കാൻ അമ്മ സന്തോഷത്തോടെ തയ്യാറാകുന്നു. സ്നേഹത്തിൻ്റെ മുന്നിൽ ത്യാഗം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഭാരതത്തെ സ്നേഹിക്കുന്നതായിരിക്കുന്ന ജവാന്മാർ സ്വന്തം ജീവിതത്തെ ബലി കഴിക്കാൻ സന്തോഷത്തോടെ പോകുന്നു. സ്നേഹമുണ്ടോ അവിടെ ത്യാഗം ഉണ്ടായിരിക്കും. ത്യാഗമില്ലാത്ത സ്നേഹം സ്വാർത്ഥതയാണ്. അതുകൊണ്ട് ആ സ്നേഹത്തിനൊരിക്കലും വില കൽപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ ഒരാളായിട്ടുള്ള റിലേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ത്യാഗമനോഭാവം ഒരു കാര്യം മനസ്സിലാക്കണം, ത്യാഗമനോഭാവം ഒരു ഭാഗത്തുനിന്ന് മാത്രമാവരുത്, മറുഭാഗത്തുനിന്നും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ത്യാഗമാണ് നമ്മുടെ ക്വാളിറ്റി, അവരുടെ ത്യാഗമാണ് അവരുടെ ക്വാളിറ്റി. അതുകൊണ്ട് വ്യക്തിത്വത്തെ തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം അത് ത്യാഗമനോഭാവം എത്രയുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാലോ, സ്വർണത്തിൻ്റെ ക്വാളിറ്റി അളക്കണമെങ്കിൽ
ഒന്നുകിൽ നമ്മൾ തീയിലിട്ട് ഒരുക്കും, അല്ലെങ്കിൽ തല്ലി പൊട്ടിക്കുമ്പോൾ തല്ലുമ്പോൾ തട്ടുന്ന സമയത്ത് ആ സ്വർണത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനുള്ളതായിട്ടുള്ള മെഷീനിലൂടെ ചെക്ക് ചെയ്യാൻ മനുഷ്യന്മാർക്ക് സാധിക്കും. അതുപോലെ ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി അത് സ്വർണ്ണമാണോ ഇരുമ്പാണോ എന്ന് പരിശോധിക്കപ്പെടുന്ന സമയം ഒരു ത്യാഗം ചെയ്യേണ്ടി വരുന്ന സമയത്താണ്. അതുകൊണ്ട് ത്യാഗമനോഭാവമാണ് ഒന്നാമത്തെ ക്വാളിറ്റി. അത്തരം ക്വാളിറ്റി ഉള്ളവരുമായിട്ടുള്ള നിങ്ങൾക്കുള്ള ബന്ധം എപ്പോഴും നിങ്ങൾക്ക് സുഖേ തരുള്ളൂ. അവരായിട്ടുള്ള ബന്ധം നമുക്ക് സുഖം തരും. ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, അവരായി നിന്ന് സുഖം ഞാൻ ആഗ്രഹിക്കുമ്പോൾ അതേ ത്യാഗമനോഭാവം അങ്ങോട്ടും ഉണ്ടെങ്കിലാണ് ഒരു ബന്ധം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സുഖം നമുക്ക് തരുന്നതാവുന്നത്. രണ്ടാമത്തെ, ഒരാൾ എത്രത്തോളം സത്യസന്ധരാണോ അവരുടെ കൂടെയാണ് നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ നല്ലത്. അറിഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലാവുകയാണ് ഇവർ പറയുന്നതൊക്കെ തന്നെ കളവാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവരിൽ നിന്ന് ദൂരെ നിൽക്കുന്നത് നല്ലത് എന്നാണ് ചാണക്യൻ തൻ്റെ വാക്കിൽ പറയുന്നത്. അനുഭവം അതുതന്നെ പറയുന്നത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവരെ മാറ്റാൻ നോക്കൂ. ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് ചിന്തിക്കുന്നതാണ് സ്പിരിച്വൽ തിങ്കിങ്. അവരുടെ ഉള്ളിൽ പവിത്രതയുടെ സത്യതയുടെ ശക്തി നിറച്ചുകൊണ്ട് അവരെ നന്നാക്കാൻ പറ്റുമോ നമ്മൾ മാക്സിമം നോക്കണം. സാധ്യമല്ലെങ്കിൽ നിങ്ങളുടെ ദൂരെ നിൽക്കുന്നത് തന്നെയാണ് നമുക്ക് സേഫായിട്ടുള്ള ഭാഗം. അതും ഞാൻ ഒരു ഉദാഹരണ സഹിതം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരാളുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ വന്ന സമയത്ത് മുഖമാകെ വാടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുക, എന്ത് പറ്റി, എന്താണ് നീ ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? പറയും, ഞാൻ എൻ്റെ പത്നിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ, എൻ്റെ ഭാര്യ ശുദ്ധമായി കള്ളത്തരം പറയുന്നതെന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായി. എനിക്ക് ഇട്ടിട്ട് പോകാനും വയ്യ, കൊത്തിയിട്ട് പറക്കാനും വയ്യ, എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ കൺഫ്യൂസ്ഡാണ്. അവർ എന്തുകൊണ്ടാണ് നീ നിൻ്റെ ഭാര്യ അസത്യമാണ് പറയുന്നത്? ഇന്നലെ വൈകുന്നേരം ഞാൻ അവളെ ഫോൺ ചെയ്തു. നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അയൽപ്പക്കത്തെ വീട്ടിലാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആക്ച്വലി ഉണ്ടായിരുന്ന ആ വീട്ടിലാണ്, അവളോട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത്രമാത്രം ക്ലിയർ ആയിട്ടുള്ള വോയിസിൽ എൻ്റെ അടുത്ത് അസത്യം പറയുന്നെങ്കിൽ അവൾ എവിടെ പോയിരുന്നെന്തെന്ന് എനിക്കറിയില്ലല്ലോ എന്ന്. ഇത്തരത്തിൽ ലോകത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ കാര്യങ്ങളെ മറച്ചു വെക്കാൻ വേണ്ടി ക്ലീനായിട്ട് അസത്യം പറയുന്ന ആളുകളെ ഒരുപാട് നമുക്ക് കണ്ടെത്താം. കഴിയുമെങ്കിൽ അവർക്ക് സത്യത്തിൻ്റെ ശക്തി എന്തെന്നും പവിത്രതയുടെ ശക്തി എന്തെന്നും അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് കൊണ്ട്, എസ്പെഷ്യലി ആ ബായി പറഞ്ഞ പോലെ കൊത്തിയിട്ട് പറക്കാനും വയ്യ, ഉപേക്ഷിക്കാനും വയ്യ എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മുടെ ക്ലോസ് റിലേഷൻസ് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് അത്തരം ഒരവസ്ഥ വന്നാൽ ഏതെങ്കിലും ഒരു സത്സംഗത്തിലേക്കോ മറ്റോ കൂട്ടിക്കൊണ്ടു പോയിട്ടോ നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. സാധിക്കും എന്നുള്ളതായിട്ട് ഒരുപാട് ടെക്നിക്സ് ഉണ്ട് നമുക്ക് ചെയ്യാൻ. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നന്നാക്കാൻ നോക്കൂ. അതെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ടാണ്, ഒരു ദൂരമാണ് എങ്കിൽ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി എന്നാണ് ചാണക്യതന്ത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന് പറയുന്നത്, ഒരാളുടെ സൗന്ദര്യം ബാഹ്യമായ സൗന്ദര്യമല്ല, സൗന്ദര്യം യഥാർത്ഥത്തിൽ ആന്തരികമായിട്ടുള്ള സൗന്ദര്യമാണ്. ഒരു കുട്ടി തൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ് 4 ഫോട്ടോസുമായിട്ട് പെൺകുട്ടികളെ കാണിച്ചിട്ട്. ഈ 4 പേരിൽ ആരെയാടാ ഞാൻ കല്യാണം കഴിക്കണേ ചോദിക്കുക. എന്നുള്ള ഒന്നാമത്തെ കുട്ടിയെ കാണിച്ച് പറഞ്ഞു ഇവൾ നല്ല കുക്കാണ്. രണ്ടാമത്തെ കുട്ടിയെ കാണിച്ച് പറയുകയാണ് ഇവൾ നന്നായിട്ട് കെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. മൂന്നാമത്തെ കുട്ടിയെക്കുറിച്ച് പറയുകയാണ് ഇവൾ നന്നായിട്ട് സംസാരിക്കാനും പെരുമാറാനൊക്കെ കഴിവുള്ള കുട്ടിയാണ്. നാലാമത്തെ കുട്ടിയുടെ ഫോട്ടോ കാണിച്ച് പറയുകയാണ് ഈ കുട്ടിയെക്കുറിച്ച് അധികമൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഈ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരി ഇവൾ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഇവളെ തന്നെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന്. വാസ്തവത്തിൽ തെറ്റായ തീരുമാനമാണ്. ബാഹ്യമായിട്ടുള്ള ഒരു സൗന്ദര്യം കൊണ്ട് ആന്തരിക സൗന്ദര്യം ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. ഒരാളെ നമ്മുടെ ജീവിത പങ്കാളിയാക്കുമ്പോൾ, ജീവിത സഖിയായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മുടെ ബിസിനസ് പാർട്ട്ണറാക്കുമ്പോൾ, കൂടെ ഒന്നിച്ച് സഹപ്രവർത്തകനാക്കാൻ നമ്മളായി തിരഞ്ഞെടുക്കാൻ ഒരവസരമുണ്ടെങ്കിൽ ബാഹ്യ സൗന്ദര്യത്തിനല്ല പ്രാധാന്യം, ആന്തരിക സൗന്ദര്യം, ഗുണങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. ഒരു ജീവിതകാലം മുഴുവൻ ഒത്തുപോകാനായിട്ടൊരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ, അത് ബിസിനസ് പാർട്ട്ണർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണർ ആയിക്കോട്ടെ, മറ്റേതാണെങ്കിലും ഒരുപാട് കാലഘട്ടം ഒരു വ്യക്തിയുടെ ബന്ധത്തിൽ നമ്മൾ വരുമ്പോൾ അറിയാതെ അവരുടെ പ്രഭാവം കുറേ നമ്മുടെ ഉള്ളിലേക്ക് വരും. അവരുടെ ഉള്ളിൽ ഗുണങ്ങളുടെ നിറം ഇല്ല എങ്കിൽ ബാഹ്യമായിരിക്കുന്ന നിറമോ ബാഹ്യമായിരിക്കുന്ന സൗന്ദര്യമോ ഒന്നിൻ്റെ ആധാരമല്ല. അതുകൊണ്ട് ആന്തരിക സൗന്ദര്യത്തിൻ്റെ ആധാരത്തിലാണ് ഒരു വ്യക്തിയെ കൂട്ടുകാരനാക്കി നമ്മൾ മാറ്റേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ചാണക്യതന്ത്രത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ അടുത്ത് പറയുകയാണ് എപ്പോഴും ഏതൊരു വ്യക്തിയാണോ സദാ ഹാപ്പി ആയിരിക്കാനായിട്ട് ശ്രമിക്കുന്നത്, തൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും അത് കർമ്മത്തിൽ ആനന്ദം കണ്ടെത്തുന്നതായിരിക്കുന്ന വ്യക്തി, അങ്ങനെയുള്ള വ്യക്തികളെ വേണം നമ്മുടെ കൂട്ടാക്കാൻ. അപ്പോഴേ നമുക്ക് തോൽവിയിൽ പോലും ആനന്ദിക്കാൻ പറ്റൂ. ചില കാര്യങ്ങൾ ജീവിതത്തിൽ അങ്ങനെയാണ്. മാക്സിമം പരിശ്രമിച്ചിട്ടും നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ കിട്ടാതെ പോയ റിസൾട്ടിൽ വേദനിക്കാതെ കൂടെ പ്രവർത്തിച്ച ദിനങ്ങളിൽ സന്തോഷിക്കാൻ സാധിക്കുമെങ്കിൽ ജീവിതം എന്നും നമുക്ക് സന്തോഷദായകമായിട്ട് മാറും. അതുകൊണ്ട് ഈ 4 കാര്യങ്ങളുടെ ആധാരത്തിൽ നിങ്ങൾ വ്യക്തികളെ തിരിച്ചറിയണം. ആ 4 കാര്യങ്ങളുടെ ആധാരത്തിലായിരിക്കണം നമ്മുടെ കൂട്ടുകെട്ട്.
എന്നാൽ കൂട്ടുകെട്ട് എപ്പോഴും നിങ്ങൾക്ക് സുഖം തരുന്നതായി മാറും. നിങ്ങളുടെ സംഘം എപ്പോഴും ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ വളരെയധികം പ്രഭാവം ചെലുത്തും. പറയാറുണ്ട് സംഘത്താരെ കുസംഗ് പോരെ എന്ന്. മോശമായ കൂട്ടുകെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും മോശമായ പ്രഭാവം ഉണ്ടാക്കും. നല്ല കൂട്ടുകെട്ടാണെങ്കിൽ നല്ല പ്രഭാവം ഉണ്ടാക്കും. ഈവൻ നിങ്ങൾ കൂട്ടുകൂടുന്നത് മോശമായിട്ടൊരാളാണെങ്കിൽ അയാളുടെ ഏതെങ്കിലും ഒരു ദുഷിച്ച പരിണത ഫലം ഒരു കേസിലോ മറ്റോ കുരുങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലെങ്കിലും അതിൻ്റെ ഭാഗഭാക്കായിട്ട് നിങ്ങൾ മാറ്റപ്പെട്ടേക്കും. അതുകൊണ്ട് സംഘം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. സത്സംഗത്തിലിരിക്കാനും മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള എനർജി സ്വീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഓം ശാന്തി.